ഇന്ന് നമുക്ക് ബട്ടൂരയും കിഴങ്ങ് കറിയുടെയും റെസിപ്പി കണ്ടു നോക്കാവേ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. മൈദ തന്നെ വേണമെങ്കിലും എടുക്കാം, ഗോതമ്പ് പൊടി തന്നെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വലിയ സ്പൂണിന് 2 സ്പൂണ് റവ ചേർത്ത് കൊടുക്കണം, 1/2 സ്പൂണ് പഞ്ചസാര, പിന്നെ ആവശ്യത്തിനോട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ പൂരിയുടെയും ചപ്പാത്തിയുടെയും മാവൊക്കെ കുഴയ്ക്കുമല്ലോ, അതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഇതുപോലെ മാവ് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഈ മാവ് ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ആദ്യമൊക്കെ മാവ് കുറച്ച് ഹാർഡായിരിക്കും. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് മൂടി ഒരു 10 മിനിറ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനോട് കിഴങ്ങ് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നടുക്ക് ഇതുപോലെ ഒന്ന് കട്ടിട്ടിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. കടുകും നമ്മൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടണം. അത് കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകും പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിക്കണം. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് അധികം തന്നെ മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി കിഴങ്ങ് കറി തയ്യാറായി. ഇവിടെ നമ്മൾ ബട്ടൂരയ്ക്ക് കുഴച്ച് വെച്ച മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാവ് മിക്സ് ചെയ്യരുത്. ആവശ്യത്തിനുള്ള മാവ് മാത്രം ഇതുപോലെ എടുത്തിട്ട് കുറച്ച് മൈദാപ്പൊടി തൂക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കണം. ഒത്തിരി തിന്നായി പോകരുത്, അതുപോലെ ഒത്തിരി തിക്കും ആകരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതുപോലെ മുക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് തൊടരുത്, തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിയുമ്പോൾ മറിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് 2 സൈഡും ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ബട്ടൂരയും കിഴങ്ങ് കറി റെഡിയായി.